ഹലോ ഓൾ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു നിർത്തിയത് യങ്സ് ഇൻഇക്വാലിറ്റി ആയിരുന്നു അല്ലേ? നോം എന്താണെന്ന് ഡിസ്കസ് ചെയ്തു ചാപ്റ്റർ 7. നോം ഒരു ഫംഗ്ഷൻ ആണെന്ന് നമുക്ക് മനസ്സിലായി. നോം എന്ന് പറയുന്നത് എവിടെ നിന്ന് എങ്ങോട്ടാ? ഒരു ലീനിയർ സ്പേസിൽ നിന്ന് ആറിലേക്ക് ഡിഫൈൻ ചെയ്യുന്ന ഒരു ഫംഗ്ഷനാണ്. അത് 3 പ്രോപ്പർട്ടീസ് സാറ്റിസ്ഫൈ ചെയ്യണം. എന്തൊക്കെയായിരുന്നു? നോം എക്സ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. നോം എഫ് ഈക്വൽ ടു 0 ഇഫ് ആൻഡ് ഓൺലി ഇഫ് എഫ് ഈക്വൽ ടു 0. നോം kf is equal to mod k into norm f, norm f plus g less than or equal to norm f plus norm g. ഇതിനെയായിരുന്നു നമ്മൾ, ഈ 3 കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഫംഗ്ഷനെ ആയിരുന്നു നമ്മൾ നോം എന്ന് പറഞ്ഞിരുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞു കോഞ്ചുഗേറ്റ്. പിയുടെ വാല്യൂ 1 to ഇൻഫിനിറ്റി ആണ്, ക്യൂവിൻ്റെ വാല്യൂ 1 to ഇൻഫിനിറ്റി. പി ഈസ് ദ കോഞ്ചുഗേറ്റ് ഓഫ് ക്യൂ ഇഫ് 1/p plus 1/q ഈക്വൽ ടു 1. എന്നിട്ട് നമ്മൾ യങ്സ് ഇൻഇക്വാലിറ്റി പറഞ്ഞു അല്ലേ? ഫോർ 1 ലെസ് ദാൻ പി ലെസ് ദാൻ, ഫോർ 1 ലെസ് ദാൻ പി ലെസ് ദാൻ ഇൻഫിനിറ്റി, ക്യൂ എന്ന് പറയുന്നത് കോഞ്ചുഗേറ്റ് ഓഫ് പി ആണ്. അങ്ങനെയാണെങ്കിൽ ഏത് രണ്ട് പോസിറ്റീവ് നമ്പർ എയും ബിയും എടുത്താലും എ ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ റേസ് ടു പി ബൈ പി പ്ലസ് ബി റേസ് ടു ക്യൂ ബൈ ക്യൂ. ഇവിടെ വരെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഹോൾഡേഴ്സ് ഇനീക്വാലിറ്റി. ഇപ്പം നമ്മൾ ഈ മെഷറിൽ പഠിക്കുന്നതൊക്കെ നിങ്ങൾ അടുത്ത സെമ്മിൽ ഫങ്ഷണൽ അനാലിസിസ് എന്ന് പറയുന്ന പേപ്പർ ഉണ്ടാവും നിങ്ങൾക്ക്. അതിൽ നമുക്ക് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ആവശ്യമുണ്ട് കേട്ടോ. അപ്പോൾ ഹോൾഡേഴ്സ് ഇനീക്വാലിറ്റി എന്ന് പറയുമ്പോൾ നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. ലെറ്റ് ഇ ബി എ മെഷറബിൾ സെറ്റ്. ഈ ഒരു മെഷറബിൾ സെറ്റാണ്. 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു പി ലെസ് ദാൻ ഇൻഫിനിറ്റി ആൻഡ് ക്യൂ ഇസ് ദ കോഞ്ചുഗേറ്റ് ഓഫ് പി. ക്യൂ എന്ന് പറയുന്നത് പിയുടെ കോഞ്ചുഗേറ്റ് ആണ്. ഇഫ് ദ ഫംഗ്ഷൻ എഫ് ബിലോങ്സ് ടു എൽ പി ഓഫ് ഇ. എഫ് എന്ന് പറയുന്നത് എൽ പി സ്പേസിലത്തെ ഒരു എലമെൻ്റ് ആണ്. ആൻഡ് ജി ബിലോങ്സ് ടു എൽ ക്യൂ ഓഫ് ഇ. ജി എന്ന് പറയുന്നത് എൽ ക്യൂ സ്പേസിലത്തെ എലമെൻ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ പ്രോഡക്റ്റ് എഫ് ഡോട്ട് ജി എന്ന് പറയുന്നത് ഇൻ്റഗ്രബിൾ ഓവർ ഇ ആയിരിക്കും. ഇൻ്റഗ്രൽ ഓവർ ഇ മോഡ് എഫ് ജി എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു നോം പി ഓഫ് എഫ് ആൻഡ് ഇൻറ്റു നോം ക്യൂ ഓഫ് ജി ആണ്. മോർ ഓവർ പിന്നെ ഒരു കാര്യം പറഞ്ഞു, എഫ് സ്റ്റാർ എന്ന് പറയും. ഇതാണ് ശരിക്കും ഹോൾഡേഴ്സ് ഇനീക്വാലിറ്റി കേട്ടോ. ഈ പറയുന്ന സാധനത്തിനെയാണ് നമ്മൾ ഹോൾഡേഴ്സ് ഇനീക്വാലിറ്റി എന്ന് പറയുന്നത്. ഇനി എഫ് സ്റ്റാറിൽ നിന്ന് നമ്മൾ ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തു. എഫ് സ്റ്റാർ എന്ന് പറയുന്ന ഫംഗ്ഷൻ അതെന്ന് പറയുന്നത് നോം എഫ് പി ഇൻറ്റു 1 മൈനസ് പി സിഗ്നം ഫംഗ്ഷൻ ഓഫ് എഫ് മോഡ് എഫ് റേസ് ടു പി മൈനസ് 1. സിഗ്നം ഫംഗ്ഷൻ ആണ് കേട്ടോ അത്. സിഗ്നം ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഏതാ? സിഗ്നം ഫംഗ്ഷൻ ഓഫ് എഫ് എന്ന് പറഞ്ഞാൽ അതായത് എഫിൻ്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ 0 ആകുമ്പോൾ 1 ആയിരിക്കും, ഈക്വൽ ടു 0ൽ 0 ആയിരിക്കും, -1 ഫോർ എഫ് ലെസ് ദാൻ 0. ഇതാണ് സിഗ്നം ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇങ്ങനെ ഇതാണ് നമ്മുടെ സിഗ്നം ഫംഗ്ഷൻ്റെ ഗ്രാഫ്. ഈ 3 വാല്യൂസേ സിഗ്നം ഫംഗ്ഷൻ ഉണ്ടാവുള്ളൂ. സിഗ്നം ഓഫ് എഫ് ഇൻറ്റു മോഡ് എഫ് റേസ് ടു പി മൈനസ് 1. ഇങ്ങനെ നമ്മളൊരു എഫ് സ്റ്റാർ ഡിഫൈൻ ചെയ്യുകയാണെങ്കിൽ ഇൻ്റഗ്രൽ ഓവർ ഈ എഫ് സ്റ്റാറിൻ്റെ വാല്യൂ നോം പി ആയിരിക്കും, നോം പി ഓഫ് എഫ് ആയിരിക്കും. ആൻഡ് നോം എഫ് സ്റ്റാറിൻ്റെ ക്യൂ നോം എന്ന് പറയുന്നതിൻ്റെ വാല്യൂ 1 ആയിരിക്കും. ഇത്രയാണ് നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത്. അപ്പോൾ നമുക്ക് എഫ് എൽ പി സ്പേസിലത്തെ ഒരു എലമെൻ്റാണ്, ജി എന്ന് പറയുന്നത് ഒരു എൽ ക്യൂ സ്പേസിലത്തെ എലമെൻ്റ് ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിന് പല പല കേസായിട്ട് പ്രൂവ് ചെയ്യാം. ഓക്കെ, അതായത് പിക്കും ക്യൂവിനും 1ലും ഇൻഫിനിറ്റിയിലും ഉള്ള ഇഷ്ടംപോലെ വാല്യൂ എടുക്കാമല്ലോ. ഫസ്റ്റ് കേസായിട്ട് നമ്മൾ കേസ് 1 ആയിട്ട് എടുക്കുന്നത് പി ഈക്വൽ ടു 1 എടുത്തു. പി ഈക്വൽ ടു 1 ആണെങ്കിൽ നമുക്കറിയാം അല്ലേ, ഹാർമോണിക് എന്ന് പറഞ്ഞു. ഈ കോഞ്ചുഗേറ്റ് ഓഫ് പി എന്ന് പറയുന്നത് എന്താണ്? ഇൻഫിനിറ്റി ആണ്. ഓക്കെ, അപ്പോൾ ഇൻഫിനിറ്റി ആണ്. അപ്പോൾ എഫ് എന്ന് പറയുന്നത് എൽ പി സ്പേസിലെ, ക്യൂ എന്ന് പറയുന്നത് എൽ ഇൻഫിനിറ്റിയിലാണ്. അപ്പോൾ എൽ പി സ്പേസിലെ നോം നമുക്കറിയാം അല്ലേ. നോം പി നോം എന്ന് പറയുന്നത് എന്തായിരുന്നു? ഇൻ്റഗ്രൽ ഓവർ ഈ മോഡ് എഫ് റേസ് ടു പി ദ ഹോൾ റേസ് ടു 1/p ആണ്. ഇനി എൽ ഇൻഫിനിറ്റിയിലെ നോം എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? എൽ ഇൻഫിനിറ്റിയിലെ നോം എന്ന് പറയുന്നത്
മാക്സിമം ആണല്ലേ. അതായത് സോറി, ഇൻഫിമം ഓഫ് ദി അപ്പർ ബൗണ്ട്. അപ്പർ ബൗണ്ടുകളുടെ ഇൻഫിമത്തിനെയാണ് നമ്മൾ എൽ ഇൻഫിനിറ്റിയിലെ നോം എന്ന് പറയുന്നത്. അപ്പോൾ ജി എന്ന് പറയുന്നത്, ക്യൂ നോം എന്ന് പറയുന്നത് എന്തായിരിക്കും? അപ്പർ ബൗണ്ടുകളിലെ ഇൻഫിമം. ഓക്കെ. അപ്പോൾ കേസ് 1 എടുത്തു നമ്മൾ. പി ഈക്വൽ ടു 1 ആണ്, ക്യൂ ഈക്വൽ ടു ഇൻഫിനിറ്റി ആണ്. അപ്പോൾ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എന്താ? ഇൻ്റഗ്രൽ ഓവർ ഈ മോഡ് എഫ് ജി എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു പി നോം ഓഫ് എഫ് ഇൻറ്റു ക്യൂ നോം ഓഫ് ജി. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ട കാര്യം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ എന്ത് ചെയ്തു? ഇൻ്റഗ്രൽ ഓവർ ഈ മോഡ് എഫ് ജി കൺസിഡർ ചെയ്തു. മോഡ് എ ബിനെ മോഡ് എ ഇൻറ്റു മോഡ് ബി എന്ന് എഴുതാമല്ലോ. അപ്പോൾ ഇതിനെ ഇൻ്റഗ്രൽ ഓവർ ഈ മോഡ് എഫ് ഇൻറ്റു മോഡ് ജി എന്ന് എഴുതി. അപ്പോൾ മോഡ് ജി, അപ്പോൾ നമുക്കറിയാം അല്ലേ, ജി എവിടെ ഉള്ളതാണ്? ജി എന്ന് പറയുന്നത് നമ്മുടെ ക്യൂ എൽ ക്യൂ സ്പേസ്, അതായത് എൽ ഇൻഫിനിറ്റിയിലെ എലമെൻ്റാണ്. എൽ ഇൻഫിനിറ്റിയിലെ എല്ലാ എലമെൻറ്റുകളും അല്ലേ, എന്താ ബൗണ്ടഡ് എന്ന് പറയുമ്പോൾ, ഒരു ഫംഗ്ഷൻ ബൗണ്ടഡ് എന്ന് മോഡ് ജി ലെസ് ദാൻ ഓർ ഈക്വൽ ടു ക്യാപിറ്റൽ എം ആവുമ്പോഴാണ്. നമുക്കറിയാം എൽ ഇൻഫിനിറ്റി എന്ന് പറയുമ്പോൾ ഇൻഫിമം ഓഫ് ദി അപ്പർ ബൗണ്ട്സ് ആണ്. അപ്പോൾ ഈ എം ആണ്, കുറേ അപ്പർ ബൗണ്ട് ഉണ്ടാവും, അതിൻ്റെ ഇൻഫിമമാണ് നമുക്ക് എന്ത് വരിക? എൽ ഇൻഫിനിറ്റി എന്ന് പറയുന്ന സ്പേസിലത്തെ നോം വരിക. അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും ശരിക്കും? എല്ലാ മോഡ് ജികളും എന്ത് വരും? ലെസ് ദാൻ ഓർ ഈക്വൽ ടു നോം എൽ ഇൻഫിനിറ്റിയിലെ നോമിനെക്കാട്ടും എപ്പോഴും ചെറുതായിരിക്കും. അപ്പം അത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ ഇൻ്റഗ്രൽ ഓവർ ഈ മോഡ് എഫ് ജീനെ ഇൻ്റഗ്രൽ ഓവർ ഈ മോഡ് എഫ് ഇൻറ്റു മോഡ് ജീനെ നമുക്ക് റീപ്ലേസ് ചെയ്യാം. അപ്പം ഇത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓവർ ഈ മോഡ് എഫ് ഇൻറ്റു നോം ജി ഇൻഫിനിറ്റി. നോം ജി ഇൻഫിനിറ്റി ആയിട്ട് എന്ത് ചെയ്തു? നമ്മളവിടെ റീപ്ലേസ് ചെയ്തു. അപ്പം അത് റീപ്ലേസ് ആയി. അപ്പോൾ ഇൻ്റഗ്രലിൻ്റെ ഉള്ളിൽ ഒരു കോൺസ്റ്റൻറ്റ് വന്നാൽ ആ കോൺസ്റ്റൻറ്റിന് നമുക്ക് പുറത്തേക്ക് എടുക്കാം. അതിന് പുറത്തേക്ക് എടുത്തു. ബാക്കി എന്താ ഉള്ളത്? ഇൻ്റഗ്രൽ ഓവർ ഈ മോഡ് എഫ്. ഇതെന്ന് പറയുന്നത് എന്താണ്? മോഡ് എഫ് റേസ് ടു പി. ഇവിടുത്തെ പി എന്ന് പറയുന്നത് 1 ആണ്. ഓൾ റേസ് ടു 1/1, ഇതും 1 ആണ്. അപ്പം ഇതെന്ന് പറയുന്നത് എന്താ? നോം 1 ആണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഇൻ്റഗ്രൽ ഓവർ ഈ മോഡ് എഫ് ജി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 നോം ഓഫ് എഫ് ഇൻറ്റു ഇൻഫൈനൈറ്റ് നോം ഓഫ് ജി. അപ്പോൾ കേസ് 1, പി ഈക്വൽ ടു 1, ക്യൂ ഈക്വൽ ടു ഇൻഫിനിറ്റിയിൽ എന്ത് ചെയ്തു? ഹോൾഡേഴ്സ് ഇനീക്വാലിറ്റി ഹോൾഡ് ചെയ്തു. ഇനി ഒരു കാര്യം കൂടി നമുക്ക് പ്രൂവ് ചെയ്യാണ്ടല്ലേ, അതായത് എഫ് സ്റ്റാർ എന്ന് പറയുന്നത് ഇങ്ങനെയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ പ്രൂവ് ചെയ്യണം. ഇൻ്റഗ്രൽ ഓവർ ഈ എഫ് സ്റ്റാർ ഈക്വൽ ടു നോം പി ഓഫ് എഫ് ആൻഡ് നോം ക്യൂ ഓഫ് എഫ് സ്റ്റാർ ഈക്വൽ ടു 1 എന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്തായിട്ടെടുത്തു? എഫ് സ്റ്റാർ ഈക്വൽ ടു നോം എഫ് ഇൻറ്റു പി റേസ് ടു 1/p സിഗ്നം ഫങ്ഷൻ ഓഫ് എഫ് ഇൻറ്റു മോഡ് എഫ് റേസ് ടു 1 മൈനസ് പി. ഇത് നമ്മൾ കൺസിഡർ ചെയ്തു. അപ്പോൾ പിയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാലോ. പിയുടെ വാല്യൂ എന്തായിരുന്നു? 1 ആണ്. അപ്പോൾ നോം എഫ് 1 ഇൻറ്റു 1 മൈനസ് 1 എന്ന് പറയുമ്പോൾ ഇവിടെ 0. സിഗ്നം ഫങ്ഷൻ ഓഫ് എഫ് ഇൻറ്റു പിയുടെ വാല്യൂ 1. അപ്പോൾ മോഡ് എഫ് റേസ് ടു 0. എന്ത് റേസ് ടു 0യും എന്താണ്? 1 ആണ്. അപ്പോൾ ഇതും 1 ആവും. ഇൻറ്റു
സിഗ്നം ഫങ്ഷൻ ഓഫ് എഫ് ഇൻറ്റു 1. അപ്പോൾ എന്ത് കിട്ടി? എഫ് സ്റ്റാർ എന്ന് പറയുന്നത് ഈ കേസിൽ എന്താണ്? സിഗ്നം ഫങ്ഷൻ ഓഫ് എഫ് ആണ്. സിഗ്നം ഫങ്ഷൻ ഓഫ് എഫ് എന്ന് പറഞ്ഞാൽ എന്താന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു അല്ലേ? സിഗ്നം ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ എഫ് എന്ന് പറയുന്നത് സോറി 1 ആയിരിക്കും ഫോർ എഫ് ഗ്രേറ്റർ ദാൻ 0, 0 ആയിരിക്കും ഫോർ എഫ് ഈക്വൽ ടു 0 ആൻഡ് -1 ഫോർ എഫ് ലെസ് ദാൻ 0. ഇതാണ് സിഗ്നം ഫങ്ഷൻ എന്ന് പറയുന്ന സാധനം. ഇനി നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എഫ് സ്റ്റാറിൻ്റെ ഇൻ്റഗ്രലിൻ്റെ കാര്യമാണ്. അപ്പം നമുക്ക് നോക്കുക, എഫ് ഇൻറ്റു എഫ് സ്റ്റാർ നോക്കി, എഫ് ഇൻറ്റു എഫ് സ്റ്റാർ. എഫ് സ്റ്റാർ എന്ന് പറയുന്നത് സിഗ്നം ഫംഗ്ഷനാണ്. അപ്പോൾ ഈ സിഗ്നം ഫംഗ്ഷനെ നമ്മൾ എഫ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? എഫ് ഇൻറ്റു 1 എഫ് ഫോർ എഫ് ഗ്രേറ്റർ ദാൻ 0, 0 ഫോർ എഫ് ഈക്വൽ ടു 0, -f ഫോർ എഫ് ലെസ് ദാൻ 0. അതായത് സിഗ്നം ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? എഫ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0യിൽ എഫ് തന്നെ അല്ലേ? -f ആണ് ഫോർ എഫ് ലെസ് ദാൻ 0 എന്ന് പറഞ്ഞാൽ അത് ഏത് ഫംഗ്ഷനാ? മോഡുലസ് ഫംഗ്ഷൻ അല്ലേ? മോഡ് എക്സ് എന്ന് പറയുന്നതിനല്ലേ നമ്മൾ എന്ത് പറയാ? എക്സ് ഗ്രേറ്റർ ദാൻ 0, 0 ഫോർ എക്സ് ഈക്വൽ ടു 0, -x ഫോർ എക്സ് ലെസ് ദാൻ 0. ഇതിനൊക്കെ പേര് എഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെന്താണ്? നമുക്ക് എഫ് ഇൻറ്റു എഫ് സ്റ്റാർ എന്ന് പറയുന്നത് ഈ കേസിൽ ഈ പർട്ടിക്കുലർ പി ഈക്വൽ ടു 1 ക്യൂ ഈക്വൽ ടു ഇൻഫിനിറ്റി എന്നുള്ള കേസിൽ അതെന്തായി? മോഡ് എഫിനോട് ഈക്വൽ ആണെന്ന് കിട്ടി. അപ്പോൾ ഇൻ്റഗ്രൽ ഓവർ ഈ എഫ് ഇൻറ്റു എഫ് സ്റ്റാർ ആണ് കണ്ടുപിടിക്കാനുള്ളത്. ഇത് ഈക്വൽ ടു എന്താണ്? ഇൻ്റഗ്രൽ ഓവർ ഈ മോഡ് എഫ്. ഇൻ്റഗ്രൽ ഓവർ ഈ മോഡ് എഫ് എന്ന് പറഞ്ഞാൽ എന്താ? അത് 1 ഓം ആണ്. അപ്പോൾ എന്തെന്ന് കിട്ടി? ഫസ്റ്റ് കേസ് പ്രൂവ് ആയി. ഇനി മോഡ് എഫ് സ്റ്റാറിൻ്റെ ക്യൂനോം എന്താണെന്ന് കൂടി പ്രൂവ് ചെയ്താൽ മതി നമുക്ക്. ക്യൂനോമിൻ്റെ വാല്യൂ 1 ആണെന്ന് കൂടി പ്രൂവ് ചെയ്യാണ്. അപ്പോൾ ക്യൂ എന്ന് പറയുന്നത് ഇവിടെ എന്താ? നോം എഫ് സ്റ്റാർ ഓഫ് ഇൻഫിനിറ്റി. ഇതാണ് നമ്മുടെ, അതായത് ഇൻഫിനിറ്റ് നോം ഓഫ് എഫ് സ്റ്റാർ. എഫ് സ്റ്റാർ എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു അല്ലേ? എന്താണ്? സിഗ്നം ഫങ്ഷൻ ഓഫ് എഫ് സ്റ്റാർ നമുക്ക് കിട്ടി. എന്തായിരുന്നു കിട്ടിയേ? എഫ് സ്റ്റാർ ഈക്വൽ ടു സിഗ്നം ഫങ്ഷൻ ഓഫ് എഫ് എന്നാണ് കിട്ടിയിരുന്നത്. സിഗ്നം ഫങ്ഷൻ ഓഫ് എഫ് എന്തായിരുന്നു നമുക്ക് കിട്ടിയത്? സിഗ്നം ഫങ്ഷൻ ഓഫ് എഫ് എന്ന് പറയുന്നത് കിട്ടിയത് 1 ഫോർ എഫ് ഗ്രേറ്റർ ദാൻ 0, 0 ഫോർ എഫ് ഈക്വൽ ടു 0, -1 ഫോർ എഫ് ലെസ് ദാൻ 0. ഇങ്ങനെയല്ലേ കിട്ടിയത്? അപ്പം നിങ്ങൾ നോക്കുക, സിഗ്നം ഫങ്ഷൻ ഓഫ് എഫ് എന്ന് പറയുന്നത് മാക്സിമം വാല്യൂ 1 അല്ലേ? അപ്പോൾ അതാണല്ലോ ഇൻഫൈനൈറ്റ് നോം എന്ന് പറഞ്ഞാൽ ഇൻഫിമം ഓഫ് ദി അപ്പർ ബൗണ്ട്. സോ ദിസ് വിൽ ബി ഈക്വൽ ടു 1. അപ്പോൾ കേസ് 1 നമ്മുടെ തിയറത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റിലുള്ള എല്ലാ കാര്യങ്ങളും ഹോൾഡ് ചെയ്തു. നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു കേട്ടോ. അതായത് നമ്മൾ എഫ് സ്റ്റാറിനെ ഇങ്ങനെ നമ്മൾ ഡിഫൈൻ ചെയ്തതാണ്. ഇങ്ങനെ ഒരു എഫ് സ്റ്റാർ ഉണ്ടെങ്കിൽ ഈ കേസിൽ എഫ് സ്റ്റാറിൻ്റെ വാല്യൂ സിഗ്നം ഫങ്ഷൻ ഓഫ് എഫിനോട് ഈക്വൽ ആണ്. നമുക്ക് കാണിക്കേണ്ട ഇൻ്റഗ്രൽ ഓവർ ഈ എഫ് സ്റ്റാർ ആണ്. അത് നോക്കി ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ അത് നോം 1 കിട്ടും. ഇതെന്ന് പറയുന്നത് അപ്പർ ബൗണ്ട് ആണ്. അപ്പോൾ അതല്ല, ഇവിടെ സിഗ്നം ഫങ്ഷൻ എഫ് സ്റ്റാർ എന്ന് പറയുന്ന ഈ കേസിൽ സിഗ്നം ഫങ്ഷൻ ഓഫ് എഫ് ആണ്. അപ്പോൾ ഇതാണ് അതിന് സിഗ്നത്തിന് ഫങ്ഷൻ എടുക്കാൻ പറ്റുന്ന വാല്യൂസ്. അതിൻ്റെ അപ്പർ ബൗണ്ട് എന്ന് പറയുന്നത് 1 എന്ന് കിട്ടും. ഇനി അടുത്ത കേസ്, ഇപ്പം നമ്മൾ പി ഈക്വൽ ടു 1 എടുത്തു അല്ലേ? അടുത്ത കേസ് എന്തെടുത്തു? പി ഗ്രേറ്റർ ദാൻ 1. പി ഗ്രേറ്റർ ദാൻ 1 എടുത്തു. ഇനി ഫങ്ഷൻസ് എല്ലാം നോൺ സീറോ ആയിട്ട് എടുത്തു. ഫങ്ഷൻസ് ഈക്വൽ ടു 0 ആണെങ്കിൽ ഒന്നും പ്രൂവ് ചെയ്യാനില്ല അല്ലേ? ഇൻ്റഗ്രൽ ഓവർ ഈ എഫ് ഇൻറ്റു ജി എന്ന് പറയുമ്പോൾ എഫും ജിയും 0 ആണെങ്കിൽ ഇൻ്റഗ്രലിൻ്റെ വാല്യൂ 0 ആയിരിക്കും. ഇനി നോം എഫിൻ്റെ വാല്യൂ എഫ് 0 ആണെങ്കിൽ നോം എഫ് 0 ആയിരിക്കും. ജി 0 ആണെങ്കിൽ നോം ജിയും 0 ആയിരിക്കും, ഏത് നോമിലാണെങ്കിലും. അപ്പോൾ ഇനീക്വാലിറ്റി ഇവിടെ ഈക്വാലിറ്റി ആയിട്ട് ഹോൾഡ് ചെയ്യും. അപ്പോൾ നമ്മൾ പി ഗ്രേറ്റർ ദാൻ 1 എഫും ജിയും എന്തായിട്ടെടുത്തു? നോൺ സീറോ ഫങ്ഷനുകളായിട്ട് എടുത്തു. ഈ കേസിൽ നമ്മൾ ഫസ്റ്റ് പ്രൂവ് ചെയ്യാൻ പോകുന്നത്, നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത് ഇൻ്റഗ്രൽ ഓവർ ഈ മോഡ് എഫ് ജി ലെസ് ദാൻ ഓർ ഈക്വൽ ടു നോം പി എഫ് ഇൻറ്റു നോം ക്യൂ ജി എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പം അതിന് വേണ്ടിയിട്ട് ഒരു കേസ് നമ്മൾ
നോമിൻ്റെ വാല്യൂ, രണ്ട് നോമിൻ്റെ വാല്യൂ 1 ആണെന്ന് വിചാരിച്ചോ. അതിന് പി നോം ഓഫ് എഫും ക്യൂ നോം ഓഫ് ജിയും രണ്ടും 1 ആവുന്ന കേസ് ഫസ്റ്റ് പ്രൂവ് ചെയ്യാം കേട്ടോ. അതായത് പി ഗ്രേറ്റർ ദാൻ 1 ആണ്. പി നോം പി ഓഫ് എഫും നോം ക്യൂ ഓഫ് ജിയും 1 ആണെങ്കിൽ നമുക്ക് എങ്ങനെ വരുന്നു. അപ്പോൾ നമുക്കറിയാം, നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ഇൻ്റഗ്രൽ ഓവർ ഈ മോഡ് എഫ് ജി എന്ന് പറഞ്ഞാൽ ലെസ് ദാൻ ഓർ ഈക്വൽ ടു, ഇതായിരുന്നു നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ ഇത് രണ്ടും 1 ആണ്. അപ്പോൾ നമുക്ക് ഇവിടെ പ്രൂവ് ചെയ്യേണ്ടത് എന്താ, ഇൻ്റഗ്രൽ ഓവർ ഈ മോഡ് എഫ് ജി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. അതിന് വേണ്ടിയിട്ട് നമ്മൾ മോഡ് എഫ് ജി കൺസിഡർ ചെയ്തു. മോഡ് എഫ് ജീനെ നമുക്ക് എന്തെന്ന് എഴുതാം, മോഡ് എഫ് ഇൻറ്റു മോഡ് ജി. അപ്പോൾ നമ്മൾ പറഞ്ഞു അല്ലേ, എയും ബിയും ഏതെങ്കിലും എൽ പി സ്പേസിലെയും എൽ ക്യൂ സ്പേസിലത്തെയും എലമെൻറ്റുകൾ ആണെങ്കിൽ അവിടെ എന്ത് ഹോൾഡ് ചെയ്യും, എൻ ഇനീക്വാലിറ്റി ഹോൾഡ് ചെയ്യും. എൻ ഇനീക്വാലിറ്റി പകരം മോഡ് എ ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡ് എ ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡ് എ റേസ് ടു പി ബൈ പി പ്ലസ് മോഡ് ബി റേസ് ടു ക്യൂ ബൈ ക്യൂ. അപ്പോൾ യങ്സ് ഇനീക്വാലിറ്റി ഈ കേസിലും ഹോൾഡ് ചെയ്യില്ലേ. അപ്പോൾ എന്ത് വരും, നമുക്ക് മോഡ് എഫ് ജി എന്ന് പറയുന്നത് മോഡ് എഫ് ജി ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡ് എഫ് ഇൻറ്റു മോഡ് ജി എന്ന് വരും. മോഡ് എഫ് ഇൻറ്റു മോഡ് ജി, സോറി മോഡ് എഫ് ഇൻറ്റു മോഡ് ജി എന്നല്ല. സോ ദിസ് ഈസ് ഈക്വൽ ടു മോഡ് എഫ് വിച്ച് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡ് എഫ് റേസ് ടു പി ബൈ പി പ്ലസ് മോഡ് ജി റേസ് ടു ക്യൂ ബൈ ക്യൂ എന്ന് വരും. ഇനി നമുക്കറിയാം അല്ലേ, ഇനി എന്ത് ചെയ്യുക, രണ്ട് സ്ഥലത്തും നമുക്ക് ഇൻ്റഗ്രൽ മോഡ് എഫ് ജി ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്നല്ലേ കണ്ടുപിടിക്കണ്ടേ. അപ്പോൾ രണ്ട് സ്ഥലത്തും എന്ത് ഇൻ്റഗ്രേറ്റ് ചെയ്യാം. അപ്പോൾ ഇൻ്റഗ്രൽ ഓവർ ഈ മോഡ് എഫ് ജി വിച്ച് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ബൈ പി കോൺസ്റ്റൻ്റ് അല്ലേ, അതിനെ പുറത്തെടുത്തു. ഇൻ്റഗ്രൽ ഓവർ ഈ മോഡ് എഫ് റേസ് ടു പി പ്ലസ് അതേപോലെ 1 ബൈ ക്യൂ കോൺസ്റ്റൻ്റ് ആണ്, പുറത്തെടുത്തു. ഇൻ്റഗ്രൽ ഓവർ ഈ മോഡ് ജി റേസ് ടു ക്യൂ എന്ന് കിട്ടി. ഇനി നമ്മൾ പറഞ്ഞു അല്ലേ, എൽ പി സ്പേസ് ഇവിടെ നമ്മൾ ഓൾറെഡി എടുത്തു വെച്ചിട്ടുണ്ട്. നമ്മൾ എന്താ എടുത്തു വെച്ചേ, പീത്ത് നോം ഓഫ് എഫ് 1 ആണ്, ക്യൂത്ത് നോം ഓഫ് ജിയും 1 ആണെന്ന് എഴുത്തില്ലേ. പീത്ത് നോം ഓഫ് എഫ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, ഇൻ്റഗ്രൽ ഓവർ ഈ മോഡ് എഫ് റേസ് ടു പി ദ ഹോൾ റേസ് ടു 1 ബൈ പി ഈക്വൽ ടു 1 ആണ്. അന്ന് പറഞ്ഞാൽ എന്താ, ഇൻ്റഗ്രൽ ഓവർ ഈ മോഡ് എഫ് റേസ് ടു പി ഈക്വൽ ടു 1 റേസ് ടു പി. 1 റേസ് ടു പി എന്ത് തന്നെയാണ് 1. അപ്പോൾ ഇൻ്റഗ്രൽ ഓവർ ഈ മോഡ് എഫ് റേസ് ടു പിയും 1 ആണ്. സിമിലർലി ഇൻ്റഗ്രൽ ഓവർ ഈ മോഡ് ജി റേസ് ടു ക്യൂവും 1 ആണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, ഇതിന് 1 വരും, ഇത് ഇസ് ഈക്വൽ ടു 1 വന്നു, ഇത് ഈക്വൽ ടു 1 വന്നു. ദിസ് ഇസ് 1 ബൈ പി പ്ലസ് 1 ബൈ ക്യൂ. സോ 1 ബൈ പി രണ്ടും കോഞ്ചുഗേറ്റ് ആയതുകൊണ്ട് 1 ബൈ പി പ്ലസ് 1 ബൈ ക്യൂ ഈക്വൽ ടു 1. അപ്പോൾ നമുക്ക് ഫൈനലി കിട്ടി ഇൻ്റഗ്രൽ ഓവർ ഈ മോഡ് എഫ് ജി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. 1നെ നമുക്ക് എന്തെന്ന് എഴുതാം, 1 എന്ന് പറയുന്നത് ഈ കേസിൽ ജി ഓഫ് ക്യൂ ആണ്. അപ്പോൾ ഹോൾഡേഴ്സ് ഇനീക്വാലിറ്റി എന്തായി, പി ഗ്രേറ്റർ ദാൻ 1ലും രണ്ട് ഫംഗ്ഷൻ്റെയും നോം 1ഉം ആവുന്ന കേസിൽ ഹോൾഡേഴ്സ് ഇനീക്വാലിറ്റി എന്താണെന്ന് കിട്ടി, നമുക്ക് ഹോൾഡ് ചെയ്യുമെന്ന് കിട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്യണം, നോമു പി ഗ്രേറ്റർ ദാൻ 1ലും ഇപ്പോൾ ഒരു സബ് കേസ് ആണല്ലേ വന്നേ, പി ഗ്രേറ്റർ ദാൻ 1ഉം അതിൻ്റെ ഒരു സബ് കേസ് ആയിരുന്നു നോം പി ഈക്വൽ ടു 1ഉം നോം ക്യൂ ഈക്വൽ ടു 1. ഈ കേസിലും ഹോൾഡേഴ്സ് ഇനീക്വാലിറ്റി ഹോൾഡ് ചെയ്യുമെന്ന് കിട്ടി. ഇനി അടുത്തത് നമ്മൾ പറയാൻ പോകുന്നത്, ഇങ്ങനെ അല്ലാത്ത കേസിലും ഹോൾഡേഴ്സ് ഇനീക്വാലിറ്റി ഹോൾഡ് ചെയ്യണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആർബിട്രറി ആയിട്ടുള്ള പി നോമും ക്യൂ നോമിലെയും നമ്മൾ രണ്ട് ഫങ്ഷൻസ് എടുത്തു, എൽ പി സ്പേസിലെയും എൽ ക്യൂ സ്പേസിലെയും. എഫിനെ എൽ പി സ്പേസിലെടുത്തു, ജീനെ എന്ത് ചെയ്തു, എൽ ക്യൂ സ്പേസിലെടുത്തു. അപ്പോൾ 0 അല്ല എന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് കേട്ടോ. 0 എടുത്തിട്ടുണ്ടെങ്കിൽ ട്രിവിയലാണ്. അപ്പോൾ എഫും ജിയും 0 അല്ലാത്തതുകൊണ്ട് നോം എഫ് വെച്ചിട്ട് രണ്ടിനെയും ഡിവൈഡ് ചെയ്യാലോ. അപ്പം ഞാൻ നോം എഫ് ബൈ നോം എഫ്
ഈ നോം എടുത്തു. ഇതിൻ്റെ നോം എങ്ങനെയാ? നമുക്ക് എന്താണെങ്കിലും ഇത് കോൺസ്റ്റൻ്റ് ആണ് അല്ലേ? നോം എന്ന് പറയുന്നത് പോസിറ്റീവ് ആണ്. അപ്പോൾ മോഡുലസ് എടുക്കേണ്ട കാര്യമൊന്നും ഇല്ല. ഇതെന്ന് പറഞ്ഞാൽ നോം, ഇത് നോം എൽ പി സ്പേസിലല്ലേ, അപ്പോൾ പി നോം ആണ്. ഇപ്പം നോം പി ഓഫ് എഫ് ബൈ നോം പി എഫ്, ഇത് 1 എന്ന് കിട്ടും. ഇതേപോലെ ഇതും എന്തെന്ന് കിട്ടും? 1 എന്ന് കിട്ടും. ഇത് അപ്പോൾ നമുക്ക് എന്ത് ചെയ്തു? എൽ പി സ്പേസിലത്തെ എൽ ക്യൂ സ്പേസിലത്തെയും 2 എലമെൻറ്റ്സ് എടുത്തു. പി ഗ്രേറ്റർ ദാൻ 1 ആണ്. രണ്ടിൻ്റെയും നോം 1 ആണെങ്കിൽ നമ്മൾ കണ്ടു അല്ലേ, നോം 1 ആവുന്നതിന് ഒക്കെ ഹോൾഡേഴ്സ് ഇനീക്വാലിറ്റി ഹോൾഡ് ചെയ്യുന്ന നമ്മളിവിടെ ഇവിടെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ ഇതിന് ഹോൾഡേഴ്സ് ഇനീക്വാലിറ്റി ഹോൾഡ് ചെയ്യും. അതായത് ഇൻ്റഗ്രൽ ഓവർ ഈ എഫ് ബൈ, അതായത് ഇൻ്റഗ്രൽ ഓവർ ഈ ഇവിടെ എഫ് ആയിട്ട് നമ്മൾ എന്തായത് എഫ് ബൈ മോഡ് എഫ് പി ഇൻറ്റു ജി ബൈ ജി ക്യൂ, ഇതെന്താന്ന് കിട്ടി? ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആണ്. അപ്പോൾ ഇതിനെ നമുക്ക് ഇൻ്റഗ്രൽ ഓവർ ഈ 1 ബൈ, ഇത് രണ്ടും കോൺസ്റ്റൻ്റ് അല്ലേ, മോഡൊന്ന് പുറത്തെടുക്കാം. നോം ജി ക്യൂ ഇൻറ്റു മോഡ് എഫ് ജി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. ഇതിൽ നിന്ന് എന്ത് ചെയ്യാം? ഇത് പുറത്ത് കോൺസ്റ്റൻ്റ് ആണല്ലേ, ഇൻ്റഗ്രലിന് പുറത്തേക്ക് എടുക്കാം. അപ്പോൾ 1 ബൈ നോം എഫ് പി ഇൻറ്റു നോം ജി ക്യൂ ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓവർ ഈ മോഡ് എഫ് ജി ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. ഇത് രണ്ടും പോസിറ്റീവ് ആണല്ലോ, മൾട്ടിപ്ലൈ ചെയ്താൽ ഇനീക്വാലിറ്റിക്ക് ചേഞ്ച് ഒന്നും വരില്ല. ഇൻ്റഗ്രൽ ഓവർ ഈ മോഡ് എഫ് ജി ലെസ് ദാൻ ഓർ ഈക്വൽ ടു പി നോം ഓഫ് എഫ് ഇൻറ്റു ക്യൂ നോം ഓഫ് ജി എന്ന് കിട്ടും. അപ്പോൾ എന്ത് കിട്ടി? ഏത് ആർബിട്രറി ഫങ്ഷൻസ് എൽ പി സ്പേസിൽ നിന്നും എൽ ക്യൂ സ്പേസിൽ നിന്ന് എടുത്താലും ഹോൾഡേഴ്സ് ഇനീക്വാലിറ്റി ഹോൾഡ് ചെയ്യുന്ന കിട്ടി. ഇൻ്റഗ്രൽ ഓവർ ഈ മോഡ് എഫ് ജി ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു നോം പി എഫ് ഇൻറ്റു നോം ക്യൂ ജി എന്ന് കിട്ടി. ഇനി നമുക്ക് വേറൊരു കാര്യം കൂടി ഒരു എക്സ്ട്രാ കാര്യം തന്നിട്ടുണ്ടല്ലേ, അതുകൂടി നമുക്ക് പ്രൂവ് ചെയ്യണം. അപ്പോൾ പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തെന്ന് എടുത്തു? എഫ് സ്റ്റാറിനെ എഫ് റേസ് ടു എന്തായിരുന്നു ഡിനോട്ട് ചെയ്യുന്നത്? നോം പി റേസ് ടു 1 മൈനസ് പി ഇൻറ്റു സിഗ്നം ഫങ്ഷൻ ഓഫ് എഫ് ഇൻറ്റു മോഡ് എഫ് റേസ് ടു പി മൈനസ് 1 എന്നാണ്. അപ്പോൾ നമുക്ക് ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. സിഗ്നം ഫങ്ഷൻ ഓഫ് എഫ് എന്ന് പറയുന്നത് എന്തിനോട് ഈക്വൽ ആയിരുന്നു? മോഡ് എഫിനോട് ഈക്വൽ ആണെന്ന് നമുക്ക് കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെന്ന് പറയുന്നത് 1 മൈനസ് പി, ഇതെന്ന് പറയുമ്പോൾ മോഡ് എഫ് ഇൻറ്റു മോഡ് എഫ് റേസ് ടു പി മൈനസ് 1. അപ്പോൾ എ റേസ് ടു എം ഇൻറ്റു എ റേസ് ടു എൻ, എ റേസ് ടു എം പ്ലസ് എൻ 1. അപ്പോൾ ഇവിടെ ഒരു 1 ഉണ്ട്. 1 പ്ലസ് പി മൈനസ് 1 എന്ന് പറയുമ്പോൾ എന്താവും? പി ആവും. സോ ദിസ് വിൽ ബിക്കം എഫ് ഇൻറ്റു പി റേസ് ടു 1 ബൈ നോം എഫ് റേസ് ടു സോറി നോം അല്ലല്ലോ, മോഡ് എഫ് റേസ് ടു പി, മോഡ് എഫ് റേസ് ടു പി എന്ന് കിട്ടി. ഇനി നമുക്ക് ഇതാണ് അപ്പോൾ എഫ് സ്റ്റാർ. ഈ കേസിൽ എഫ് സ്റ്റാർ എന്ന് പറയുന്നത് നോം എഫ് പി നോം ഓഫ് എഫ് റേസ് ടു 1 മൈനസ് പി ഇൻറ്റു മോഡ് എഫ് റേസ് ടു പി. ഇനി നമുക്ക് കാണേണ്ടത് ഇൻ്റഗ്രൽ ഓവർ എഫ് സ്റ്റാർ ആണ്. അപ്പോൾ ഇവിടെ സിഗ്നം ഫങ്ഷൻ ഓഫ് എഫ് അല്ല കേട്ടോ, എഫ് ഇൻറ്റു എഫ് സ്റ്റാറിൽ സിഗ്നം ഫങ്ഷനാണ് മോഡ് എഫ്. അപ്പോൾ ഇതിൽ നിന്ന് എന്ത് വരും? നമ്മൾ ഓൾറെഡി ഇത് ചെയ്തതാണ് ഈ പാർട്ട്, അത് നിങ്ങൾ നോക്കണേ. അതായത് എഫ് ഇൻറ്റു എഫ് സ്റ്റാറിൻ്റെ സൊല്യൂഷൻ നമ്മൾ സോൾവ് ചെയ്ത് വെച്ചതാണ് കേട്ടോ. അപ്പോൾ എഫ് ഇൻറ്റു സിഗ്നം ഫങ്ഷൻ ഓഫ് എഫ്, അതാണ് മോഡ് എഫ് എന്ന് കിട്ടിയത്. എഫ് ഇൻറ്റു സിഗ്നം ഫങ്ഷൻ ഓഫ് എഫ് ആണ് മോഡ് എഫ്. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഇൻ്റഗ്രൽ ഓവർ ഈ നോം എഫ് റേസ് ടു the whole raised to 1 minus p mod f raised to p. നമുക്കറിയാം നോം എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ ഇൻ്റഗ്രലിൽ നിന്ന് നമുക്ക് പുറത്തെടുക്കാം. നോം, ഒരു ഫംഗ്ഷൻ്റെ നോം എന്ന് പറഞ്ഞാൽ ഒരു റിയൽ നമ്പർ അല്ലേ, അപ്പോൾ അത് കോൺസ്റ്റൻ്റ് ആണ്, നമുക്ക് പുറത്തെടുക്കാം. അപ്പോൾ ബാക്കി ഇൻ്റഗ്രൽ ഓവർ ഈ മോഡ് എഫ് റേസ് ടു പി ആണുള്ളത്. അപ്പോൾ നമുക്കറിയാം അല്ലേ, ഇൻ്റഗ്രൽ ഓവർ ഈ മോഡ് എഫ് റേസ് ടു പി എന്ന് പറയുന്നത് എന്തിനോട് ഈക്വലാ?
നിങ്ങൾ നോക്കുകയാണ് മക്കളെ. നോം പി നോം എന്ന് പറഞ്ഞാൽ ഇൻ്റഗ്രൽ ഓവർ ഈ മോഡ് എഫ് റേസ് ടു പി ദ ഹോൾ റേസ് ടു 1/p ആണ്. അപ്പോൾ ഇവിടെ നമുക്കൊരു 1/p ഇല്ലാത്ത ടേം ആയിരുന്നു ഇവിടെ ഉള്ളത് അല്ലേ. ഇവിടെ 1/pയുടെ കുറവുണ്ട്. അപ്പം അതെന്ന് പറഞ്ഞാൽ എന്താ, നോമ്. സോ ഇൻ്റഗ്രൽ ഓവർ ഈ മോഡ് എഫ് റേസ് ടു പി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, നോം പി നോം ഓഫ് എഫ് റേസ് ടു പി ആണ്. അപ്പോൾ അത് നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ പി നോം ഓഫ് എഫ് റേസ് ടു പി ഇൻറ്റു നോം പി ഓഫ് 1 - p. ഇപ്പോൾ 1 - p പ്ലസ് പി എന്ന് പറയുമ്പോൾ എന്താവും 1. അപ്പം നോം പീത്ത് നോം ഓഫ് എഫ്. ഇപ്പോൾ ഇൻ്റഗ്രൽ ഓവർ ഈ എഫ് എഫ് സ്റ്റാർ എന്ന് പറയുന്നത് പി നോം ഓഫ് എഫ് ആണ്. ഇനി ഇൻ്റഗ്രൽ ഓവർ ഈ ഇനി പിന്നെ വേറെ എന്തും കൂടിയായിരുന്നു കാണിക്കാനുള്ളത്, ക്യൂ നോം ഓഫ് എഫ് സ്റ്റാർ 1 ആണെന്ന് കൂടി കാണിക്കണം. അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തു, ക്യൂ നോം ഓഫ് എഫ് സ്റ്റാർ എടുത്തു. അപ്പോൾ നോം കൊടുക്കുന്നതിന് മുമ്പ് എഫ് സ്റ്റാർ അവിടെ എഴുതുക കേട്ടോ, എഫ് സ്റ്റാറിൻ്റെ വാല്യൂസ്. അപ്പോൾ ക്യൂ നോം ഓഫ് എഫ് സ്റ്റാർ ഇതെന്ന് പറയുന്നത്, എഫ് സ്റ്റാർ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, നോം നോം ഓഫ് നോം ഓഫ് നോമിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണ് വരുന്നത്, നോം ഓഫ് നോം എഫ് റേസ് ടു പി ഹോൾ റേസ് ടു 1 - p സിഗ്നം ഫംഗ്ഷൻ ഓഫ് എഫ് ഇൻറ്റു മോഡ് എഫ് റേസ് ടു p - 1 ഇൻറ്റു നോം ക്യൂ. അപ്പോൾ നമുക്കറിയാം ദിസ് ഈസ് ഈക്വൽ ടു മോഡ് നോമിൻ്റെ ഉള്ളിൽ ഒരു കോൺസ്റ്റൻറ്റ് വന്നാൽ അതിൻ്റെ മോഡുലസ് വാല്യൂ പുറത്തേക്ക് എടുക്കും. അപ്പം നോമിൻ്റെ ഉള്ളിൽ വന്ന ഒരു കോൺസ്റ്റൻ്റ് ആണ്, സോറി ഇവിടെ നോക്ക്, നമ്മുടെ നോമിൻ്റെ ഉള്ളിൽ വന്ന ഒരു കോൺസ്റ്റൻ്റ് അല്ലേ ഈ കാണുന്ന നോം, കാരണം ഇതൊരു റിയൽ നമ്പറാണ് കിട്ടുക. അപ്പോൾ ആ നോമിനെ നമ്മൾ എന്ത് ചെയ്തു, പുറത്തേക്ക് എടുത്തു. ഇനി നമുക്കറിയാം സിഗ്നം ഫങ്ഷൻ അവിടെ ഉണ്ട് അല്ലേ. പിന്നെ ബാക്കി എന്താ ഉള്ളത്, സിഗ്നം ഫങ്ഷൻ അവിടെ ഉണ്ടെന്നല്ല, സോറി, ഒന്നുകൂടി അവിടെ എഴുതിയിട്ട് പോയില്ലേ. ഇത് നോം എഫ് സ്റ്റാർ ഓഫ് ക്യൂ ഇസ് ഈക്വൽ ടു നോം ഓഫ്, ബാക്കി അതിൻ്റെ ഉള്ളിലുള്ളത് നോം എഫ് റേസ് ടു പി റേസ് ടു 1 - p ഇൻറ്റു സിഗ്നം ഫങ്ഷൻ ഓഫ് എഫ് ഇൻറ്റു മോഡ് എഫ് റേസ് ടു p - 1 ക്യൂ. അപ്പോൾ ഇതിൽ നിന്ന് നമുക്കറിയാം ഏതൊക്കെ കോൺസ്റ്റൻ്റ് ആണ്. ഇത് കോൺസ്റ്റൻ്റ് ആണല്ലേ. അപ്പോൾ ഇതിൻ്റെ മോഡുലസ് വാല്യൂ പുറത്തേക്ക് എടുക്കുമ്പോൾ 1 - p. ഇനി സിഗ്നം ഫങ്ഷനും കോൺസ്റ്റൻ്റ് അല്ലേ, അപ്പോൾ അതിൻ്റെ മോഡുലസ് പുറത്തേക്ക് എടുക്കുമ്പോൾ നമുക്കറിയാം അല്ലേ, മോഡുലസിൻ്റെ വാല്യൂ മാക്സിമം എന്താണത്, ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആണ്. മാക്സിമത്തിൽ വരിക അതെന്തായിട്ടാണ് വരിക, ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 എന്നാ വരിക. അപ്പം അതിന് നമ്മൾ എന്ത് കൊടുത്തു, 1 തന്നെ മോഡിൽ, അതായത് മോഡുലസ് അല്ല, സോറി, ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 എന്നല്ല. അപ്പം നമുക്ക് എന്ത് ചെയ്യും, മോഡുലസ് ഓഫ് സിഗ്നം ഫങ്ഷൻ ഓഫ് എഫ് ആണ് പുറത്തേക്ക് എടുക്കുക, ഇൻറ്റു ബാക്കി എന്താ ഉണ്ടാവുക നോമിൻ്റെ ഉള്ളിൽ, നോം മോഡ് എഫ് റേസ് ടു p - 1 ക്യൂ. മോഡുലസ് ഓഫ് സിഗ്നം ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ സിഗ്നം ഫംഗ്ഷൻ എടുക്കുന്ന വാല്യൂ -1 0 1. അപ്പോൾ എഫ് 0 ആവുമ്പോഴേ അത് 0 ആവുള്ളൂ. അപ്പോൾ എഫ് 0 അല്ലാത്ത കേസാണല്ലോ നമ്മളിപ്പോൾ കണ്ടുപിടിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഇതെന്ന് പറയുന്നത് മോഡിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 1 ആണ്. മോഡിൻ്റെ വാല്യൂ മോഡുലസ് ഓഫ് സിഗ്നം ഫംഗ്ഷൻ്റെ വാല്യൂ ഈ കേസിൽ 1 ആണ്. കാരണം 1 0 വരിക, സിഗ്നം ഫംഗ്ഷന് 0 മോഡുലസിൽ വരുമ്പോൾ ഫംഗ്ഷൻ 0 ആകുമ്പോഴാണ്. ഇത് നമ്മൾ എഫും ജിയും 0 അല്ലാത്ത കേസാണിപ്പോൾ പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എഫും ജിയും 0 ആകുമ്പോൾ അത് ട്രിവിയൽ കേസായിരുന്നു. അപ്പോൾ ഇതിൻ്റെ 1 ഇൻറ്റു ബാക്കി നോം എഫ് മോഡുലസ് ഓഫ് p - 1 ക്യൂ ഇങ്ങനെ കിട്ടി.
അതായത് ദിസ് ഈസ് ഈക്വൽ ടു പി മൈനസ് വൺ ഇൻറ്റു ക്യൂവിനെ നമുക്ക് എന്തെന്ന് എഴുതാം? ഇവിടെ നോക്ക്, 1/p + 1/q = 1 ആണ്. ഇതിന്ന് p + q = pq എന്ന് കിട്ടും. ഇതിൽ നിന്ന് p = pq - q, അതിൽ നിന്ന് q പുറത്തെടുത്താൽ q × p - 1. അപ്പോൾ q × p - 1നെ നമുക്ക് p എന്ന് എഴുതാം. സോ ദിസ് ഈസ് ഈക്വൽ ടു നോം f⁻p⁻1/p ഇൻ്റഗ്രൽ ഓവർ മോഡ് f⁻p നോം q. അപ്പോൾ ഇതെന്ന് പറഞ്ഞ ഇൻ്റഗ്രൽ ഓവർ ഈ മോഡ് f⁻p എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി എഴുതിയിരുന്നു, നോം f⁻p p ആണെന്ന്. അപ്പം ഇതെന്ന് പറയുന്നത് എന്താവും? നോം f⁻p പവർ p/q വരും. അതായത് p/q എന്ന് പറയുന്നത്, അപ്പോൾ p/q = എന്താണ്? ഇവിടെ നിന്ന് നോക്കിയേ, p/q = p - 1 ആണ്. അപ്പോൾ ഇതെന്ന് പറഞ്ഞ നോം p(1 - p) × നോം f(p - 1) എന്ന് കിട്ടും. അപ്പോൾ ഇതും എന്താണ്? പി നോം അല്ലേ? അപ്പം ഇത് രണ്ടും കൂടി m × m + n അല്ലേ? 1 - p + p - 1 എന്ന് പറയുമ്പോൾ ഇതെന്ത് വരും? 0 വരും. അപ്പോൾ pth നോം ഓഫ് എഫിൻ്റെ 0th പവർ എന്ന് പറയുന്നത് എന്തിനോട് ഈക്വലാന്ന് കിട്ടും? 1നോട് ഈക്വലാന്ന് കിട്ടും. അപ്പോൾ q നോം ഓഫ് f⁻ വാല്യൂ എന്താന്ന് കിട്ടി? 1 ആണ് കിട്ടി. ഇതാണ് ഹോൾഡേഴ്സ് ഇനീക്വാലിറ്റി. അപ്പോൾ നിങ്ങൾ ആലോചിക്കുക, എൽ പി സ്പേസിലെ ഒരു ഫംഗ്ഷൻ എഫ് എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇപ്പോൾ ഡിഫൈൻ ചെയ്ത f⁻ ഉണ്ടല്ലോ, f⁻ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? നോം f⁻p ഇത് (1 - p) സിഗ്നം ഫംഗ്ഷൻ ഓഫ് f ഇൻറ്റു നോം മോഡ് f⁻p - 1. ഇതിനെ ആണ് നമ്മൾ, ആ f⁻ ആണ് നമ്മൾ എൽ പി സ്പേസിലത്തെ ഒരു ഫംഗ്ഷൻ്റെ കോഞ്ചുഗേറ്റ് എന്ന് പറയുന്നത്. എൽ പി സ്പേസിലത്തെ ഒരു ഫംഗ്ഷൻ്റെ കോഞ്ചുഗേറ്റ് എന്ന് പറയുന്നത്. ഇത് സിമ്പിളായിട്ടുള്ള പ്രൂഫാണ് കേട്ടോ. നിങ്ങളൊന്ന് എഴുതി പഠിച്ചിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് എഴുതാൻ പറ്റും. ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യമല്ല. ശ്രദ്ധിച്ച് പഠിക്കുക.